ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു പാത്തൂസ് ഡയറീസ്. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് എങ്ങനെ ഒരു മുട്ടയും പൊറാട്ടയും വെച്ചൊരു ഡിഷ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതാണ് മുട്ട പൊറാട്ട. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ഒരു ബൗളിലേക്ക് നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. സാധാരണ ഓംലെറ്റ് അടിക്കണ പോലെ തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്യാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് തക്കാളി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് അരിഞ്ഞതും മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞതും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ടത് മലയാളികളുടെ ഇഷ്ടഭക്ഷണമായ പൊറാട്ടയാണ്. ഇനി നമുക്ക് നമ്മുടെ മുട്ട പൊറാട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കണം. ഇനി നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ ഓംലെറ്റ് മിക്സ് പാനിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായി പൊറാട്ട വെച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഓംലെറ്റ് മിക്സ് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കണം. എല്ലായിടത്തും പരത്തിയെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. മറിച്ചിടുമ്പോൾ ഇത് പൊട്ടാതെ നോക്കണം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മുട്ട പൊറാട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മയോണീസ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും മല്ലിച്ചപ്പും കൂടെ വിതറി കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാതെ റോള് മാതിരിയും കഴിക്കാം. ഞാനിതിവിടെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി മുട്ട പൊറാട്ട റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്നൊരു പീസ് എടുത്ത് കാണിച്ചു തരാം. ഇത് നല്ല സോഫ്റ്റാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സ്പൈസി ആക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയും ഡിലീഷ്യസുമായ ഒരു ഫുഡാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.